നിങ്ങളിതുപോലെ കരയുന്ന വീഡിയോ ഒന്നും കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ ഞാൻ കരയുന്ന വീഡിയോ. ഇടയ്ക്കിടയ്ക്ക് കട്ടിയുടെ വായിൽ നിന്ന് ഇങ്ങനെ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് കരയാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചുമ്മാ അതങ്ങ് വീഡിയോ പിടിച്ച് നോക്കിയതാണ്, കൊള്ളാമോ ഭംഗിയുണ്ടാന്നൊക്കെ. അങ്ങനെ നമ്മൾ ഇന്ന് സാമ്പാർ വെക്കാമെന്ന് വെച്ച് സാമ്പാർ പരിപ്പ് നോക്കുമ്പോൾ സാമ്പാർ പരിപ്പ് ഒട്ടുമില്ല. അങ്ങനെ ഞാൻ ഓടിപ്പോയി ആ കടയിൽ നിന്ന് കുറച്ച് സാമ്പാർ പരിപ്പ് വാങ്ങിക്കൊണ്ട് വന്ന് കുക്കറിലേക്ക് അങ്ങ് ഇട്ട് വെച്ച് കേട്ടോ. അത് കഴിഞ്ഞ് ഫ്രിഡ്ജ് തുറന്ന് അതിനകത്ത് എന്തൊക്കെ തരം മലക്കറി ഉണ്ടെന്നൊക്കെ തപ്പി കുറച്ച് മലക്കറിയൊക്കെ കിട്ടി കേട്ടോ. നമ്മുടെ നാട്ടിൽ മലക്കറി എന്നാണ് പറയുന്നത്, നിങ്ങളവിടെ എന്തോന്നാണ് ഇതിനെ പറയുന്നത്, പച്ചക്കറി എന്നാണോ? അങ്ങനെ ഞാൻ ചടപടേന്ന് നമ്മളെ മലക്കറി എല്ലാം അരിഞ്ഞങ്ങ് വെച്ച് കേട്ടോ. കട്ടിംഗ് ബോർഡ് വാങ്ങിച്ച പിന്നെ എനിക്ക് മലക്കറി അരിയാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ടക്ക് 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 എന്നുള്ള സൗണ്ട് കേൾക്കാൻ എന്താ മനസ്സിനൊരു ആനന്ദം. അങ്ങനെ നമ്മൾ സാമ്പാർ പരിപ്പൊക്കെ വെന്ത് വന്ന് അങ്ങോട്ട് വെച്ച് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ എല്ലാ മലക്കറിയും അങ്ങോട്ട് ഇട്ട് കൊടുത്തേ. എന്നിട്ട് അതൊക്കെ അങ്ങ് അടച്ച് നമ്മൾ സാമ്പാറിന് വിസിലേക്കാനായിട്ട് വെച്ച് കൊടുത്ത്. അങ്ങനെ അതിനുശേഷം ഞാൻ ഇനി ദോശ ഉണ്ടാക്കണം, ഇഡ്ഡലി ഉണ്ടാക്കണം. അതിൻ്റെ ഇടയിൽ ഉപ്പ് തീർന്നപ്പോൾ ഞാൻ ഉപ്പ് കൊണ്ടുവന്ന് ഉപ്പ് പാത്രം നിറച്ചങ്ങോട്ട് വെച്ച് കേട്ടോ. എന്നിട്ട് നേരെ ഇഡ്ഡലി അങ്ങോട്ട് കോരി വെക്കുകയാണ്. അപ്പം ഞാനാണെങ്കിൽ രാത്രിയാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് ചിന്തിക്കും, എന്താണ് നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് കറി ഉണ്ടാക്കണം, എന്തൊക്കെ ഉണ്ടാക്കണം, ഉച്ചയ്ക്ക് എന്ത് ലഞ്ച് ഉണ്ടാക്കണം, ചിക്കൻ വേണോ മീൻ വേണോ മരിച്ചിനി വേണോ, ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ആലോചന. എന്നാൽ ഒരു നേരം മൂടൊന്നും ഇരിക്കാൻ സമയമുണ്ടോ? അതിനും ഇല്ല. അങ്ങനെ നമ്മൾ നമ്മുടെ സാമ്പാർ ഇതാ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെപ്പോലെയുള്ള പാവം പിടിച്ച് വീട്ടമ്മമാരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ആലോചനകളല്ലേ. അങ്ങനെ ഇരുന്നപ്പോഴാണ് മീൻകാരൻ മീനും കൊണ്ടുവന്നത്. നമുക്ക് കൊഴിയാള മീനാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. മീൻ കണ്ടാൽ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മീൻ അരിയാനും എനിക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ മീനെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ കൂടി കാണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിനുള്ള സമയമില്ലല്ലോ. അപ്പോഴത്തേക്ക് നേരെ നമ്മൾ തേങ്ങ പൊട്ടിക്കുന്നുണ്ട്, തേങ്ങ വെള്ളം കുടിക്കുന്നുണ്ട്. എല്ലാ വീട്ടമ്മമാരും തേങ്ങ വെള്ളം കുടിക്കുമല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇതാണ് കേട്ടോ എൻ്റെ അമ്മായിയമ്മ ചോമിയമ്മ വന്നിട്ട് പറയാണ്, തേങ്ങ വെട്ടിക്കൊണ്ട് വന്നപ്പോൾ കുറച്ച് തേങ്ങയേ ഉള്ളൂ, ഇനി എല്ലാം കടയിൽ നിന്ന് വാങ്ങണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഭയങ്കര ഫ്രണ്ട്സാണ്, നമ്മൾ ഭയങ്കര കമ്പനിയാണ് കേട്ടോ. അങ്ങനെ ടാറ്റാ ബേബി എന്നൊക്കെ പറഞ്ഞ് ചോമിയമ്മ അങ്ങോട്ട് പോവാണ്. അപ്പോഴത്തേക്ക് അവിടെ ഒരു പട്ടി ഇരുന്ന് നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ പട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് വഴക്കൊക്കെ കൊടുക്കാറുണ്ട്, സൗണ്ട് ഉണ്ടാക്കണേ. ഇന്നിപ്പോൾ ഞാൻ ടാറ്റാ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ.